ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ മാരുതിയുടെ എൻട്രി ലെവൽ വാഹനമായ ഓൾട്ടോ കേട്ടൺ. മാരുതിയുടെ മാത്രമല്ല, ഒട്ടുമിക്ക ബ്രാൻഡ് ഏതെടുത്താലും നമ്മുടെ കാറുകളിൽ എൻട്രി ലെവൽ വാഹനം എന്ന് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഓൾട്ടോ കേട്ടനാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൊല്ലം പെരുമ്പഴയുള്ള ഇൻഡസ് മോട്ടോഴ്സിലാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. സോ സെയിൽ സംബന്ധമായ എന്ത് കാര്യത്തിനും ഡയറക്റ്റ് ഷോറൂം സന്ദർശിക്കാം, അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം, വന്നാൽ മതി. സോ നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാരുതി പോലെ ഏത് ബ്രാൻഡ് എടുത്താലും എൻട്രി ലെവൽ കാറായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഓൾട്ടോ കേട്ടനാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓൾട്ടോ കേട്ടൻ്റെ തന്നെ VXi+ എന്നൊരു വേരിയൻ്റ് ആണ് ഈ കിടക്കുന്നത്. VXi+ മാനുവലാണ്, ഓട്ടോമാറ്റിക്കും വേരിയൻ്റ് അവൈലബിൾ ആണ്. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 5,49,500 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. നമുക്ക് ഉടനെ തന്നെ ഓൺ റോഡ് പ്രൈസും വീഡിയോയിലൂടെ പറയാം. അപ്പോൾ ഇനി വണ്ടിയിലേക്ക് വരുവാണെങ്കിൽ, മാരുതിയുടെ വണ്ടികളെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമുക്ക് റോഡിൽ അത്യാവശ്യം കാണാൻ സാധിക്കുന്ന വണ്ടികൾ തന്നെയാണ് മാരുതിയുടെ എല്ലാ വണ്ടിയും. ഓൾട്ടോ കേട്ടനും ഒട്ടനേകം വണ്ടികൾ സെയിൽസ് കൈവച്ചത് കൊണ്ട് തന്നെ റോഡിൽ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ, ഏറ്റവും കുഞ്ഞൻ വണ്ടിക്കകത്ത് വലിയൊരു ഗ്രില്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മാരുതിയുടെ ലോഗോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹുഡ് സ്പേസ് ഒക്കെ അത്യാവശ്യം ചെറുതായിട്ട് തന്നെ ഒരു വാഷർ ഒരെണ്ണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൊച്ചൊരു വണ്ടിയാണല്ലോ, വൈപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഒതുക്കി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിലേക്ക് വരുവാണെങ്കിൽ ഹാലജൻ ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പ്ലെയിൻ ആണ്. ഇവിടെ ഫോഗ് ലാമ്പോ കാര്യങ്ങളോ ഒന്നും ഒരു വേരിയന്റിലും മാരുതി ഓൾട്ടോ കേട്ടനകത്ത് വരുന്നില്ല. ഇവിടെ ചെറിയൊരു സ്കിഡ് പ്ലേറ്റ്, ഒരു ഡിസൈൻ എലമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകം കളറൊന്നുമില്ല, ബോഡി കളർ തന്നെ. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഫെൻഡറിനകത്താണ് നമ്മുടെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിന്റെ വേരിയന്റ് ആയി തന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഫെൻഡറിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മിററിലേക്ക് വരുവാണെങ്കിൽ ബോഡി കളർ അല്ല, മാറ്റ് ബ്ലാക്ക് കളറിലാണ് നമ്മുടെ മിറർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ടയർ സൈസിലേക്ക് വരുവാണെങ്കിൽ 13 ഇഞ്ച് ടയറാണ് നമ്മുടെ ഓൾട്ടോ കേട്ടനകത്ത് മാരുതി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 13 ഇഞ്ച് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ്. VXi+ എന്ന ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീൽ കപ്പ് അവൈലബിൾ ആണ്. സൈഡിലേക്ക് വരുവാണെങ്കിൽ മൊത്തത്തിൽ ബോഡി കളർ മാത്രമാണ് ഇവിടെ ഈ ഭാഗമായാലും അതാണ് റോഡ് ഹാൻഡിലായാലും എല്ലാം ബോഡി കളർ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റിയർ സൈഡിലേക്ക് വരുവാണെങ്കിലും സെയിം ഇഞ്ച് ടയർ തന്നെ, ബട്ട് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. നമ്മുടെ വീൽ കപ്പും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിലും റൈറ്റ് സൈഡ് കണ്ടതുപോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളില്ല. ഒരു ഫ്യൂൽ ലിഡ് ഓപ്പണിംഗ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡ് വെച്ച് നോക്കുവാണെങ്കിൽ ആ ഒരു മാറ്റം ഇതേ ഉള്ളൂ. റിയർ സൈഡിലേക്ക് വരുവാണെങ്കിലും ഇവിടെ ഡീഫോഗറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. സാധാ ഹാലജൻ ആയിട്ടുള്ളൊരു ബ്രേക്ക് ലൈറ്റും ടെയിൽ ലാമ്പും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസേഴ്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഓൾട്ടോ കേട്ടൺ എന്നൊരു ബാഡ്ജിങ്ങിനകത്ത് കൊടുത്തിട്ടുണ്ട്. സുസുക്കിയുടെ ഒരു ലോഗോ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഹുഡ് ഓപ്പൺ, നമ്മുടെ ഹീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ലിഡാണ് കൊടുത്തിരിക്കുന്നത്. വേറെ പിൻഭാഗത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ ലൈറ്റ് യൂണിറ്റേ ഉള്ളൂ. ഇവിടെ റിഫ്ലക്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ വണ്ടികൾക്കെല്ലാം ഈ ഭാഗത്ത് റിഫ്ലക്ടർ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്പർ പ്ലേറ്റിന്റെ ഫിക്സിങ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു എൻട്രി ലെവൽ കാർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ട് വിശേഷിപ്പിക്കാത്ത രീതി ഫീച്ചേഴ്സ് ഒന്നും എൻ്റെ എക്സ്റ്റീരിയറിലൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഇന്റീരിയർ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഡോറിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിലും മിറർ ഓട്ടോമാറ്റിക് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു നോബ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലൊക്കെ ചെറിയ സിൽവർ കളറൊക്കെ കൊടുത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം പ്ലെയിൻ ആണ്. പവർ വിൻഡോയുടെ കാര്യങ്ങളും സ്വിച്ചസ് എല്ലാം അകത്താണ് വരുന്നത്. അകത്തോട്ട് വരുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഡോറിൽ പറയാൻ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ട്രാക്ഷൻ സ്വിച്ച്, നമ്മുടെ എൻട്രി ലെവൽ വാഹനമായിട്ട് തന്നെ ട്രാക്ഷൻ സ്വിച്ച് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ വണ്ടിയുടെ കീ വരുന്നത്. സെൻട്രൽ ലോക്കും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ജസ്റ്റ് വണ്ടി ഒന്ന് ഓൺ ആക്കി കാണിക്കാം. ഈ രീതിയിലാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും കാര്യങ്ങളെല്ലാം വരുന്നത്. അത്യാവശ്യം എന്താ പറയാ, ഡിജിറ്റലും അതുപോലെ തന്നെ സ്പീഡോമീറ്ററും കാര്യങ്ങളെല്ലാം ഡിജിറ്റലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അനലോഗും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ സെൻട്രലിലേക്ക് വരുവാണെങ്കിലും ടച്ച് സ്ക്രീൻ നമ്മുടെ വണ്ടിക്കകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 5,49,000 രൂപ എക്സ്ഷോറൂം വരുന്നൊരു വണ്ടിയാണ്. എന്നിട്ട് പോലും ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളും എന്താ പറയുക, നമ്മുടെ മ്യൂസിക്കിന്റെ ആയാലും എല്ലാം FM, AM, ഓക്സ്, USB, ബ്ലൂടൂത്ത് അങ്ങനെ കണക്ടിവിറ്റി എല്ലാം ഉള്ളൊരു ടച്ച് സ്ക്രീൻ ആണ്. AC വെൻസും കാര്യങ്ങളെല്ലാം ഇവിടെ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് വരുവാണെങ്കിൽ സാധാ ഒരു IRVM പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോ 2 ഡോർ പവർ വിൻഡോ ആണ് ഈ വണ്ടിക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഇവിടെ ആയിട്ടാണ് വരുന്നത്. കണ്ടില്ലേ,
ഹസാർഡിന്റെ സ്വിച്ച് ഇവിടെ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. AC മാനുവൽ AC ആണ് നൽകിയിരിക്കുന്നത്. 12 വോട്ടിന്റെ ഒരു ചാർജിങ് സോക്കറ്റ് കാണാം. USB ഓക്സ് അതുപോലുള്ള കാര്യങ്ങൾ ഉള്ള സ്ലോട്ട് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ലിവർ ആണ് ഈ കാണുന്നത്. പിന്നെ ഹാൻഡ് ബ്രേക്കിന്റെ ലിവറും അത്യാവശ്യം മാനുവലായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ എലമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡാഷ്ബോർഡിലേക്ക് വരുവാണെങ്കിൽ വലിയൊരു ഡാഷ്ബോർഡ് ഒന്നുമില്ല, സാധാ കുഞ്ഞം വണ്ടി പോലെ തന്നെ ഡാഷ്ബോർഡിന്റെ അളവും അവർ ചെറുതാക്കി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ പ്ലെയിൻ ആയിട്ടാണ്. ഡാഷ്ബോർഡിനകത്തേക്ക് വരുവാണെങ്കിൽ ഒരു നോർമൽ ഡാഷ്ബോർഡ് സ്റ്റോറേജ് സ്പേസ് വന്നിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, വൈപ്പേഴ്സിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു എൻട്രി ലെവൽ വാഹനം എന്ന രീതിയിൽ അത്യാവശ്യം വരുന്ന ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുള്ള വിലയും ഈ വണ്ടിക്ക് മേടിക്കുന്നുള്ളൂ. ഇനി നമുക്ക് റിയർ സൈഡിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ റിയർ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഡോറും കാര്യങ്ങളെല്ലാം പ്ലെയിൻ ആണ്. റിയർ പവർ വിൻഡോ അവൈലബിൾ അല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 2 ഡോർ പവർ വിൻഡോ മാത്രമേ നമ്മുടെ ഓൾട്ടോ K10 ടോപ്പിന്റെ വേരിയന്റിനകത്ത് വരുന്നുള്ളൂ. ഇതാണ് ഡാഷ്ബോർഡ് ഡിസൈൻ. നേരത്തെ കാണിച്ചതുപോലെ തന്നെ അത്യാവശ്യം ഒരു എന്താ പറയാ വാല്യൂ ഫോർ മണി നമുക്ക് പറയാം ഇന്റീരിയറിൽ എടുക്കുമ്പോൾ. പിന്നെ വേറെ എന്താ കാര്യങ്ങൾ, സീറ്റ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ്. ഇവിടെ ഒരു പാഴ്സൽ ട്രേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്തുനിന്ന് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതാണ് കണ്ടില്ലേ, അത്യാവശ്യം സീറ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുവാണ്, എന്റെ ഹൈറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുവാണ്. എങ്കിലും അത്യാവശ്യം നല്ല ലെഗ് റൂം ആയാലും ഹെഡ് റൂം ആയാലും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി റിയർ AC വെൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഓൾട്ടോ K10 VXi Plus എന്നുള്ള വണ്ടിയുടെ ഇന്റീരിയർ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യാം. 214 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ്. കൊച്ചു വണ്ടി എന്ന രീതിയിൽ അത്യാവശ്യം വേണ്ട ഒരു ബൂട്ട് സ്പേസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എന്താ പറയാ ഉള്ളിലേക്കാണെന്നുള്ളൊരു ഇതേ ഉള്ളൂ, സാധനം എടുക്കാനും വെക്കാനും കുറച്ച് ബുദ്ധിമുട്ട് വേണം. എങ്കിലും വണ്ടിയുടെ വലുപ്പം അനുസരിച്ച് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിക്കലി ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തീരെ കുഞ്ഞു വാഹനമാണ്, എൻട്രി ലെവൽ വാഹനമാണ്, തീരെ കുഞ്ഞു വാഹനമാണ്. എങ്കിലും അകത്തെ ഇന്റീരിയർ സ്പേസ് വെച്ച് നോക്കുമ്പോൾ ഒരു കോംപ്രമൈസും മാരുതി ചെയ്തിട്ടില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ബൂട്ട് സ്പേസ് ആയാലും റിയർ സീറ്റിന്റെ കംഫർട്ട് ആയാലും സ്പേസ് ആയാലും ഫ്രണ്ട് സീറ്റ് എല്ലാം അത്യാവശ്യം വേണ്ട സ്പേസ് ഒക്കെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇന്റീരിയർ തന്നെ മാരുതി K10 ഓൾട്ടോ K10 മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എഞ്ചിൻ വേയും കാര്യങ്ങളും എസ്പെക്ട് ഒക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇനി എഞ്ചിന്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഹുഡും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊച്ചു ഹുഡാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ചെയ്യാൻ മാരുതി ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. പിന്നെ എഞ്ചിനിലേക്ക് വരുവാണെങ്കിൽ 1000cc 65 bhp അതുപോലെ തന്നെ 89 മീറ്റർ ടോർക്ക് തരുന്നൊരു 3 സിലിണ്ടർ എഞ്ചിനാണ് മാരുതി ഓൾട്ടോ K10 മാരുതി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താ, ഒരു മാനുവൽ ഗിയർ ബോക്സ് വണ്ടിയാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തത്. VXi Plus 5 സ്പീഡ് ഗിയർ ആണ്. അപ്പോൾ എഞ്ചിനെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അത്യാവശ്യം പരിചിതമായിട്ടുള്ള എഞ്ചിനാണല്ലോ, 1000cc അത്യാവശ്യം മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 20 മേളിൽ എന്തായാലും റിയൽ ലൈഫിൽ കിട്ടും എന്നാണ് നമ്മുടെ കമ്പനി അവകാശപ്പെടുന്നത്. യൂസർ എക്സ്പീരിയൻസ് പലയിടത്തും ചോദിച്ചപ്പോഴും ഓൾട്ടോയ്ക്ക് എടുത്ത് പറയേണ്ട അത്യാവശ്യം നല്ല മൈലേജും ഈ എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മാരുതി ഓൾട്ടോ K10 ഫുൾ റിവ്യൂ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും എഞ്ചിൻ ഭാഗമായാലും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ പ്രൈസ്, എൻട്രി ലെവൽ വാഹനം എന്ന് പറയുന്നല്ലോ, ഞാൻ എൻ്റെ പ്രൈസ് ഓൾറെഡി എക്സ്ഷോറൂം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 5,49,500 എൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. VXi Plus എന്നുള്ള വേരിയന്റ് ആണ്, മാനുവൽ വണ്ടിയാണ്, ടോപ്പിന്റെ മാനുവലാണ്. പിന്നെ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുമ്പം ഏകദേശം 6,56,910 രൂപയാണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്. എക്സ്ഷോറൂം അല്ല, ഓൺ റോഡ്. അതായത് ടാക്സ്, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓൺ റോഡ് ഒരു കസ്റ്റമർ ഇറക്കുമ്പം 6,56,910 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ മാസത്തെ, അതായത് ഫെബ്രുവരി മാസത്തെ ഓഫേഴ്സും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. തൊട്ട് മുമ്പ് വരെ 71,000 രൂപ ഈ വണ്ടിക്ക് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 6,56,910 നിന്നും ഏകദേശം 71,000 രൂപ ഈ വണ്ടിക്ക് പ്രൈസ് കുറയുന്നതായിരിക്കും. ഓഫർ എന്ന് വെച്ചാൽ എന്താ പറയാ, എക്സ്ചേഞ്ച് ഓഫർ അങ്ങനെ എല്ലാവരും ചേർത്താണ് ഈ 71,000 രൂപ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി ഞാൻ ഈ ഇൻഡസ് മോട്ടോഴ്സിലെ ഒരു കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യാം. ഡയറക്റ്റ് വരികയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മാക്സിമം ഓഫേഴ്സ് അവർ ചെയ്തു തരും. പിന്നെ ഇതിന്റെ എൻട്രി ലെവൽ വാഹനം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇതിന്റെ ബേസ് മോഡലിന്റെ പ്രൈസോടെ ഞാൻ പറയാം, തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയാണ് നോട്ട് ചെയ്തിട്ടേക്കുന്നത്. LXi എന്ന വേരിയന്റിന് എക്സ്ഷോറൂം വരുന്ന 4,93,500.
ഓൺ റോഡ് വരുമ്പം, അതായത് ഈ വോൾട്ടോ കേട്ടൻ LXi ബേസ് മോഡൽ വണ്ടി ഓൺ റോഡ് നമ്മൾ ഇറക്കുമ്പം 5,76,311 വരുന്നത്. അതിനകത്ത് നിന്ന് കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 71,000 രൂപ ഓഫേഴ്സ് എല്ലാം കൂട്ടി 71,000 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 5 ലക്ഷം രൂപ, 5 ലക്ഷം അല്ലെങ്കിൽ 5,10 നമുക്ക് ഈ വണ്ടി ഓൺ റോഡ് ഇറക്കാൻ സാധിക്കും. ഇതിന്റെ ബേസ് മോഡല് അത് വാല്യൂ ഫോർ മണി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എൻട്രി ലെവൽ വാഹനം എന്നും പറയാൻ സാധിക്കും. സോ ഇത്രയൊക്കെയുള്ള വണ്ടിയുടെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.